ബോസിനകത്ത് ഈ ടാസ്കുകൾ എന്ന് പറയുന്നത് സാധാരണ ഫിസിക്കൽ ടാസ്ക് അതെന്തോന്നെങ്കിൽ ഈ ടാസ്കുകൾ പുരുഷന്മാര് മാത്രമേ വിജയിക്കത്തുള്ളൂ എന്നൊരു ധാരണ പൊതുവേ ഉണ്ട്. അതിനെല്ലാം മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മുടെ നൂറ വിജയിച്ചിരിക്കുന്നത്. വെരി ഗുഡ്. അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. ആ തുടക്കം മുതൽ തന്നെ ഒരുപാട് പല രീതിയിലുള്ള ഫിസിക്കലായിട്ടുള്ള ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. നൂറയ്ക്ക് ഫുഡ് ശരിക്കും കിട്ടുന്നില്ല. ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. അതാണ് കാലുവേദനയും നടുവേദനയും ഒക്കെ ഉണ്ടായിരുന്നിട്ട് നൂറ ഈ ടാസ്കിനെ അതിഗംഭീര ഒരു സമയം പീരീഡും കൂടെ അങ്ങാണ്ടായിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇതിന് അതിഗംഭീരമായിട്ട് നമ്മുടെ നൂറ അത് വിജയിപ്പിച്ച് അസാധ്യമായ കഴിവ് തന്നെ കേട്ടോ. സമ്മതിക്കണം കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നമ്മൾ തുടക്കം മുതലേ വിചാരിക്കുന്ന ആര്യൻ എന്ന വ്യക്തി വെച്ചാ ഏത് ടാസ്കിനെയും മരണക്കളി എടുത്ത് കളിച്ച് കളയാൻ ആര്യൻ. പക്ഷെ ഇവിടെ ആര്യനെയൊക്കെ തകർത്തുകൊണ്ട് അതിഗംഭീരമായിട്ടാ നമ്മുടെ നൂറ വിജയിച്ചു വന്നിരിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ ഞാൻ പ്രതീക്ഷിച്ചില്ല ഒരിക്കലും നൂറയും അതിലെയും ടീം ഫൈനൽ ഫൈവിൽ വരും എന്നുള്ളൊരു യാതൊരു പ്രതീക്ഷയില്ലായിരുന്നു. കാരണം ഗെയിമും അല്ലെ പുറത്തുള്ള വോട്ടൊക്കെ നമ്മൾ കണ്ടിട്ട് ഇവർ പുറത്ത് അതിലെ നൂറയും വരാനുള്ള സാധ്യത വളരെ കുറവായിട്ട് എനിക്ക് തോന്നിയിരുന്നത്. പക്ഷെ അതിനെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ടാണ് നൂറ അതിഗംഭീരമായിട്ട് ഫൈനൽ ഫൈവിൽ വന്നിരിക്കുന്നത്. വെരി ഗുഡ് എന്ന് വെച്ചാൽ വെരി ഗുഡ് എന്ന് തന്നെ പറയണം കേട്ടോ. അതും പെൺകുട്ടികൾ ഒരു പെൺകുട്ടി വിജയിക്കാന്ന് വെച്ചാൽ പുള്ളിക്കാരത്തി തന്നെ ഫിസിക്കലി തുടക്കം മുതലേ നമ്മൾ അത്ര ഫിറ്റായ ഒരു വ്യക്തിയായിട്ടൊന്നും നമുക്ക് നൂറെ തോന്നിയിട്ടില്ല. പക്ഷെ ഈ ടിക്കറ്റ് ഫിനാലെ ടാസ്കിനകത്ത് ഗംഭീരമായിട്ട് ഫിസിക്കലി ആയിട്ടുള്ള ടാസ്കും മെന്റലി ആയിട്ടുള്ള ടാസ്ക് ആണെങ്കിൽ കൂടി ആ കുട്ടി നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. സമ്മതിക്കണം. എല്ലാ ഗെയിമിലും നല്ല പോയിന്റ് തന്നെ നേടിയിട്ടുണ്ട്. ഏഴും എട്ടും ഒക്കെ സ്ഥാനത്തിലായിരുന്നു. വോട്ടും അല്ല പോയിന്റുകളായിരുന്നു ഈ കുട്ടിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിഗംഭീരമായിട്ട് എന്തായാലും വിജയിച്ചു. ടിക്കറ്റ് ഫിനാലിൽ എന്തായാലും നൂറ് സ്ഥാനം ഉറപ്പിച്ചു കഴിഞ്ഞു.